നമസ്കാരം. ഇറാനെ ഒന്ന് തൊട്ടതേ ഓർമ്മയുള്ളൂ. ഇറാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തുള്ള തിരിച്ചടി ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും കിട്ടി എന്നുള്ളതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടി എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത, ജെറുസലേമിലും അതുപോലെ തന്നെ ടെല്ലവീവിലും ഒക്കെ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് ചെന്ന് പതിച്ചു എന്നുള്ളതാണ്. IDF ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അവരുടെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ മിസൈലുകൾ ഞങ്ങളുടെ രാജ്യത്ത് പതിച്ചു എന്ന് IDF-ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഇറാന്റെ മിസൈൽ പതിച്ചതിന്റെ ഭാഗമായി ഇസ്രായേലിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും നമുക്ക് ആ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ആ ഫോട്ടോയും ഇപ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. പക്ഷെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ അവിടെ എത്തി എന്നുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ അത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നതാണ്, എന്നും അത് ഉറക്കം കെടുത്തുന്നതാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഏറ്റവും അവസാനം പോലും ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവരോട് ഉപേക്ഷിക്കാൻ പറയണം, അതിന്റെ ദൂരപരിധി ഒന്ന് വെട്ടിക്കുറക്കാൻ പറയണം എന്നുള്ളതാണ്. അത്രമാത്രം വലിയ പ്രഹരം ഇസ്രായേലിനകത്ത് ഏൽപ്പിക്കാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഇത്തവണയും ഇസ്രായേലിന് വല്ലാത്ത പണിയായിരിക്കുന്നത്. കനത്ത തിരിച്ചടി ഈ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതോടുകൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. അതായത് ഇത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ഒരു നീക്കമാണ്. ഇറാനെ അങ്ങനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ ഒരിക്കലും ഈ ആക്രമണത്തിന് ഞങ്ങൾ കൂട്ടില്ല, ഞങ്ങളുടെ ഒരു പിന്തുണയുമില്ല എന്നുള്ളതാണ് ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനയും ഇവിടെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ഇറാനോടൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ തിരിച്ചടികളൊക്കെ കാണുമ്പോൾ റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ നീക്കങ്ങളും നടത്താൻ ഇറാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. യുദ്ധവിമാനങ്ങളൊക്കെ ഇറാന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കനത്ത തിരിച്ചടി ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും എതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അബുദാബിയിൽ നിന്നും അതുപോലെ തന്നെ ദുബൈയിൽ നിന്നും ഒക്കെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം എന്നുള്ളത് കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ഞാൻ അക്കാര്യത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്, സൗദി അറേബ്യ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭയപ്പാടിലാക്കുന്ന ഒരു വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടെ ഞങ്ങൾ ഓൺ ഡ്യൂട്ടിയിലാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനം ഹൂത്തികൾ നടത്തിയിരിക്കുകയാണ്. നേരത്തെ ചെങ്കടലിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂത്തികൾ ഇനി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച ഹൂത്തികൾ കൂടെ ഇന്ന് രാത്രി രംഗത്തെത്തിയാൽ തീർച്ചയായും ശക്തമായ തിരിച്ചടികൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവിടെ ഖത്തറിൽ നിന്നും ഒരു ദൃശ്യം ഇവിടെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഒരു മിസൈലിനെ ആകാശത്ത് വെച്ച് തകർത്തപ്പോൾ പോലും ഉണ്ടായിട്ടുള്ള ജനവാസ മേഖലയിലേക്ക് അതിന്റെ ചീളുകളൊക്കെ പതിച്ചുണ്ടായിട്ടുള്ള അപകടം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കും, അമേരിക്കയുമായി ഗുഡ് ബൈ പറയാത്ത സാഹചര്യം വരെ ഗൾഫ് രാജ്യങ്ങളെ ഇനി വെറുതെ വിടുന്ന ഒരു കാര്യം ഉണ്ടാകില്ല, വെറുതെ വിടില്ല എന്ന് ഹൂത്തികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രത്യാക്രമണം എല്ലാ ഭാഗങ്ങളിൽ നിന്നുകൂടെ വന്നാൽ അമേരിക്കക്കും ഇസ്രായേലിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നേരത്തെ ഹൂത്തികളുമായി ഏറ്റുമുട്ടി അമേരിക്ക പടക്കപ്പലും കൊണ്ട് ഓടിയ ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ഹൂത്തികൾ രംഗത്തിറങ്ങാൻ പോകുന്നു എന്നൊരു വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇവിടെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അബ്ബാസ് അരാക്ചി കൂടുതൽ ശക്തനായി രംഗത്തെത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അബ്ബാസ് അരാക്ചി പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പിഞ്ചു മക്കളെ കൊന്ന ഇസ്രായേലിനും അമേരിക്കക്കും മാപ്പില്ല, തിരിച്ചടി എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, തിരിച്ചടി ശക്തമായിരിക്കും എന്നുള്ള ഒരു പ്രതികരണം അബ്ബാസ് അരാക്ചിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേൽ, അബ്ബാസ് അരാക്ചി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം എന്നുള്ളത് കൂടെ ഇപ്പോൾ ശ്രദ്ധേയമാണ്.